നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മുൻപും ഇതുപോലെ സർജറികൾ മാറി ചെയ്ത് രോഗികളെ കൊന്നിട്ടുണ്ട് അയാള്. അറിയോ നിനക്ക്? അച്ഛനോട് ക്ഷമിക്കണം. സത്യമായും അച്ഛൻ അറിയില്ലായിരുന്നു ആ ഡോക്ടർ ഇങ്ങനത്തെ ഒരാളായിരുന്നു എന്ന്. അതെനിക്കറിയാം അച്ഛൻ. അച്ഛൻ മനഃപൂർവ്വം ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. അച്ഛൻ അതോർത്ത് വിഷമിക്കണ്ട. കുറെ നാളായി എന്റെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെയല്ലേ. എന്റെ വിധി ഇങ്ങനെയൊക്കെ ആയതിന് ഞാൻ ആരെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? അർച്ചന, താൻ ഹോസ്പിറ്റലിൽ സംഭവിച്ചതൊക്കെ മറക്കണം. അതെ ഏട്ടത്തി, എന്തൊക്കെയായാലും മറ്റൊന്നും പറ്റാത്ത തന്നെ ഭാഗ്യം കരുതിയാ മതി. മനഃപൂർവ്വം നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന, ഓർക്കാൻ നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ചില സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ നമ്മുടെ എല്ലാം ജീവിതത്തിൽ. അതിൻ്റെ കൂടെ ഇതുകൂടി ഇരിക്കട്ടെ. താനൊന്ന് ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോഴേക്കും ഞാനൊന്ന് പുറത്തു പോയിട്ട്. ഞാൻ ചോദിച്ചത് നീ കേൾക്കാത്തോണ്ടാണോ അതോ നിനക്ക് മനസ്സിലാവാത്തതോ? ചോദിച്ചതിന് ഉത്തരം പറയാൻ. അതച്ചാ, എനിക്കറിയില്ലായിരുന്നു അയാൾ അത്തരത്തിലൊരു ഡോക്ടറാണെന്ന്. എനിക്ക് അബദ്ധത്തെ പറ്റിപ്പോയതാ. ഉണ്ടായ തെറ്റ് അബദ്ധമെന്ന് പറഞ്ഞ് വില കുറച്ച് കാണിക്കണ്ട നീ. അർച്ചനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അബദ്ധമെന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റുമായിരുന്നോ? നിന്റെ വാക്ക് കേട്ട് അവരെ അയാളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടതിന് ഞാനും കൂടി കാരണക്കാരനല്ലേ? നിന്നോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാ, ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് പലവട്ടം ആലോചിക്കണമെന്ന്. അച്ഛൻ, ഞാൻ പറഞ്ഞതല്ലേ, എനിക്കും നേരിട്ട് അറിയില്ലായിരുന്നു. പറഞ്ഞു കേട്ടത് വെച്ചാ അഹമ്മദ് കബീർ എന്ന ഡോക്ടറിന്റെ അടുത്തേക്ക് അർച്ചനെ പറഞ്ഞുവിടാൻ ഞാൻ അച്ഛനോട് പറഞ്ഞത്. അല്ലെങ്കിലും അറിഞ്ഞു വെച്ചോണ്ട് അപകടത്തിലേക്ക് ഞാൻ അർച്ചനെ പറഞ്ഞുവിടുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? ഇവിടെ എല്ലാരും വിഷമിച്ചിരിക്കുകയും അർച്ചന തകർന്നു പോകുന്നു വിചാരിച്ച സാഹചര്യത്തിൽ ഞാൻ പെട്ടെന്ന് അന്വേഷിച്ചപ്പോ അറിഞ്ഞതാ ഇയാളെപ്പറ്റി. നീ എന്ത് അന്വേഷിച്ചു? അങ്ങനെ അന്വേഷിച്ചിരുന്നെങ്കിൽ അയാളുടെ പാസ്റ്റിനെ പറ്റി നീ അന്വേഷിക്കില്ലായിരുന്നോ? മുൻപും ഇതുപോലെ സർജറികൾ മാറി ചെയ്ത് രോഗികളെ കൊന്നിട്ടുണ്ട് അയാള്.
അറിയോ നിനക്ക്? ആ സമയത്ത് സന്ധ്യ അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ എന്റെ ഈശ്വര. എന്തിനാ നിന്നെ പറയുന്നത്? നിന്റെ വാക്കും കേട്ട് ഞാൻ ചെന്ന് സച്ചിയോടും അർച്ചനയോടും പറഞ്ഞ് അയാളുടെ അടുത്തേക്ക് അവരെ പറഞ്ഞു വിട്ടത് ഞാനല്ലേ? ഇനി മേലിൽ ഇതുപോലെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ അവന്തികയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. സോറി അച്ഛാ. അർച്ചനയുടെ അവസ്ഥ കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. ആ വെപ്രാളത്തിൽ പറ്റിപ്പോയതാ. ഞാൻ ശ്രദ്ധിച്ചോളാം. ഏട്ടത്തെ താഴേക്ക് കാണാത്തതുകൊണ്ട് ഞാൻ ഭക്ഷണം ഇങ്ങോട്ടെടുത്തു. ഏട്ടത്തിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ കഞ്ഞിയാ. ചമ്മന്തി അച്ചാറും ഒക്കെ ഉണ്ട്. ചൂട് മാറുന്നതിന് മുമ്പ് എടുത്ത് കുടിക്കും. അതവിടെ വെച്ചേക്ക, ഞാൻ കുടിച്ചോളാം. വേഗം എടുത്ത് കുടിക്കണേ. നിന്നെ പുറത്തോട്ടൊന്നും കാണാത്തോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ ഇങ്ങോട്ട് വന്ന് സംസാരിക്കണമെന്ന് കരുതിയതാ. ഞാൻ കരുതിയത് ഈ നാട്ടിലെ ഏറ്റവും വലിയ ക്രിമിനൽ ഞാനാണെന്നാ. ഇന്ന് ഡോക്ടറിന്റെ കാര്യം അറിഞ്ഞപ്പോ മനസ്സിലായി എന്നെ പോലെ തന്നെ മറ്റു പലരും ഉണ്ടെന്ന്. അധികം നിന്ന് വാചകം അടിക്കാതെ ഇറങ്ങി പോവാൻ നോക്ക്. ആട്ടി ഇറക്കാതെ അർച്ചനെ, ഞാൻ തന്നെ പൊയ്ക്കോളാം. സത്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ ഞാൻ തകർന്നു പോയി. എന്തറിഞ്ഞപ്പോഴാ തകർന്നത്? സർജറി നടന്നില്ലെന്നറിഞ്ഞപ്പോഴോ? എന്തു പറഞ്ഞാലും ഇങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ അർച്ചന? എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ വീട്ടിലെ മരുമക്കളല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.